ഞാൻ കേരളത്തിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത ഒരു മലയാളിയാണ്. സിറ്റസിൽ കേരളത്തിൽ നിന്ന് കൊണ്ടുപോകും, കൊച്ചിയിൽ നിന്ന് ഡയറക്റ്റായിട്ട് കൊണ്ടുപോകുമെന്ന് പറഞ്ഞിട്ടാണ് ഇതിലേക്ക് വന്നത്. പക്ഷേ ഞങ്ങളുടെ അനുഭവം വെച്ചിട്ട് ഇത്രയും വളരെ മോശമായിട്ടുള്ളൊരു ട്രിപ്പ് എൻ്റെ ജീവിതത്തിൽ ഞാൻ 10, 6, 7, 8, 9 ട്രിപ്പുകൾ പലരുടെയും ട്രാവൽ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇത്രയും മോശമായിട്ടുള്ള ഹോപ്പ്ലെസ് ട്രിപ്പ് ഞാൻ ഇതുവരെ എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല. ബാക്കി ഞങ്ങൾ സിറ്റസിൻ്റെ ഓഫീസിൽ വന്നിട്ട് നേരിട്ട് പറയുന്നതായിരിക്കും. പറയുന്നതും പ്രവൃത്തിയും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. കളിപ്പിക്കുന്ന പാർട്ടിയാണ്. മറ്റുള്ളവരെ പറഞ്ഞ് പറ്റിച്ച് ചതിച്ച് ഒരു സ്ഥാപനം കൊണ്ടു നടക്കുന്ന ഒരു കമ്പനിയാണ് സിട്രസ്. ഹലോ, ഞങ്ങൾ സിട്രസിൽ ബുക്ക് ചെയ്ത് ഇവിടെ വന്നാണ്. ബാംഗ്ലൂരിൽ നിന്നുള്ള മലയാളികളാണ് ഞങ്ങൾ. രണ്ടാൾക്കും ഭയങ്കര ആദ്യം തൊട്ടേ നമുക്ക് പ്രോബ്ലമാണ്. റൂം ഉണ്ടായിരുന്നില്ല ആദ്യം, പിന്നെ റൂം ആൻ്റണി റെഡിയാക്കി തന്നു. അത് കഴിഞ്ഞ് വീണ്ടും പ്രശ്നം. ഞങ്ങൾക്ക് നാട്ടിലേക്കുള്ള ടിക്കറ്റ് അടുത്ത ദിവസം. അപ്പോൾ ഇവരെല്ലാം കയറുമ്പോൾ ഞങ്ങൾക്ക് ടിക്കറ്റ് ഇല്ല. അപ്പോൾ ഞാൻ എൻ്റെ ഓൺ പൈസ കൊടുത്ത് ഞാൻ ഹോട്ടൽ ബുക്ക് ചെയ്തിരിക്കും. ഒരാളും മാനേജറും സെയിൽസ് റെപ്രസെൻ്റ് ആരും ഫോൺ എടുക്കുന്നില്ല. അത്രയേ ഉള്ളൂ. കോർഡിനേഷൻ ഇല്ല, ഒന്നും ശരിയായിട്ട് നടക്കുന്നില്ല. ഞങ്ങൾക്ക് ഒരു സാറ്റിസ്ഫൈഡ് അല്ല. സിട്രസ് കമ്പനിയിൽ സാറ്റിസ്ഫൈഡ് അല്ല. വേറെ അല്ല. ഓക്കെ മലയാളത്തിൽ പറയട്ടെ. ഇതുവരെയ്ക്ക് ഞാൻ പോയിട്ട് ഒരുപാട് യാത്ര, 28 രാജ്യം പോയിട്ട് ഇങ്ങനത്തെ ഒരു തല്ലിപ്പൊളി യാത്ര നടത്തിയിട്ടില്ല. ഈ ജോബി ഡോക്ടറാന്ന് പറയുന്നത് അവർ തൃശ്ശൂരത്തെ ഒരു കൂതറ, മനസ്സിലായി? അവർ ഈ ചെമ്മണ്ണൂർ ജോബിയുടെ മാതിരി തന്നെ ഒരു സാധന, തനി ഫ്രോഡാ. അവൻ ജയിലിൽ കിടന്നു കേൾക്കുന്നുണ്ട്. ഞാൻ തൃശ്ശൂർകാരനാണ്. ഞങ്ങൾ വന്ന് പെട്ടതാ. ഞങ്ങൾക്കൊരു ഹെൽപ്പ് ഇതുവരെ കിട്ടിയിട്ടില്ല. ഈ യാത്രയിൽ കിട്ടിയിട്ടില്ല, ഒരു സ്ഥലത്ത് കിട്ടിയിട്ടില്ല. ഞങ്ങൾ കാഴ്ചപ്പോയി. ഞങ്ങളൊരു കാര്യം ചെയ്യും, ഫേസ്ബുക്കിൽ ഞങ്ങൾ നല്ലോണം പടയ്ക്കും, മനസ്സിലായി? ജൂനിയർ കുപ്പണ്ണ എങ്ങനെ പോയി എന്നുള്ളത് ജോബിയോട് ചോദിച്ചറിയാം. അതുകൊണ്ട് ഞങ്ങൾക്കൊരു കാര്യമുണ്ട്, ഞങ്ങൾ കാഴ്ചപ്പോയി. ഇനിയൊരു കാര്യം, ഓക്കെ. ഞാൻ തൃശ്ശൂർകാരനാണ്. തൃശ്ശൂർ അരിയങ്കാടി താമസമാണ്. എരിഞ്ഞേരിയങ്കാടി താമസമാണ്, മനസ്സിലായ? ആ ജോബിക്ക് അറിയാം. ചോദിച്ചാലേ ജോസ് കാവലക്കാട്ടൻ്റെ കസൻ ബ്രദറാ. എൻ്റെ പേര് വിജയകുമാർ. ഞാൻ കൊച്ചിയിൽ നിന്നാണ്. അതായത് ഞാനിത് ടിക്കറ്റ് ബുക്ക് ചെയ്തതിന് ശേഷം ലാസ്റ്റ് മൂമെൻറ്റിലാണ് എല്ലാ സംഗതികളും അയച്ചു തരുന്നത്. അതായത് തലേ ദിവസമാണ് ടിക്കറ്റ് വരെ അയച്ചു തന്നത്. എന്നിട്ട് ചെന്നൈയിൽ നിന്ന് പുറപ്പെടണമെന്ന് പറഞ്ഞു. എന്നിട്ട് ബസ്സൊന്നും അറേഞ്ച് ചെയ്ത്, ബസ്സോ വേറെ അതിന് ആൾട്ടർനേറ്റീവ് അറേഞ്ച്മെൻറ്റ്സ് ഒന്നും ചെയ്തു തന്നിരുന്നില്ല. പിന്നെ പിറകെ നടന്ന് ചോദിച്ചതിന് ശേഷമാണ് ഒരു ബസ് പ്രൊവൈഡ് ചെയ്തിട്ട് രാത്രി 9 മണിക്ക് ഇന്ന സ്പോട്ടിൽ വരണമെന്ന് പറഞ്ഞ് നിന്നിട്ട് രാത്രി 12 മണി വരെ അവിടെ ബസ് കാത്തു നിന്നിട്ട് ബസ് കയറിയിട്ടാണ് ചെന്നൈയിൽ ആ എയർപോർട്ടിലും അല്ല, അവിടെ നിന്ന് ഒരു 10-20 കിലോമീറ്റർ വേറെ സ്ഥലത്ത് കൊണ്ടിറക്കി. പിന്നെ അവിടെ നിന്ന് വണ്ടി പിടിച്ചാണ് തിരിച്ച് എയർപോർട്ടിൽ പോയത്. അങ്ങനെ ഒത്തിരി പ്രോബ്ലംസ് ഫേസ് ചെയ്തു. വളരെ മോശമായിട്ടുള്ള ഒരു സിട്രസ് എന്ന് പറഞ്ഞാൽ ഇതുപോലെ ഒരു ഫ്രോഡ് പാർട്ടീസിനെ ലോകത്ത് കണ്ടിട്ടില്ല. കാരണം ഞാൻ 10-15 കൺട്രീസ് യാത്ര ചെയ്തിട്ടുള്ളതാണ്. ഇത്ര ഫ്രോഡ് പരിപാടി. കംപ്ലീറ്റ് ഹോട്ടൽസ് ആണെങ്കിൽ താമസിക്കാൻ സ്റ്റേ ചെയ്യാനുള്ള ഹോട്ടൽസ് എല്ലാം ഒരു പെട്ടിക്കട പോലത്തെ ഹോട്ടൽസാണ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. ഇനി ടൂർ മാനേജറും ഇതുപോലെ തന്നെയാണ്. ഒരു സപ്പോർട്ടും ഇല്ലാത്ത ഒരു ടൂർ മാനേജറാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. കാരണം വെച്ച് കഴിഞ്ഞാൽ കോപ്പറേഷൻ ഇല്ല. അയാൾ ബസ്സിനകത്തു നിന്നുള്ള ഹിസ്റ്ററി മാത്രമേ അയാൾ പറയുള്ളൂ. പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ അങ്ങേർക്കൊന്നും അറിയില്ല. എവിടെ കിളികളെ കൊണ്ട് ഒരിടത്ത് തുറന്നു വിടുമ്പോൾ അങ്ങ് തുറന്നു വിടുന്നു. എവിടെയെങ്കിലും പൊക്കോ വന്നാൽ തിരിച്ചവിടെ വന്നോളാം. ഇതാണ് അതിൻ്റെ രീതി. വളരെ മോശമായിട്ടുള്ള, ഇത്രയും യൂസ്ലെസ് ആയിട്ടുള്ളൊരു ഗ്രൂപ്പ് അല്ലെങ്കിൽ സിട്രസ് ഗ്രൂപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്ര ഫ്രോഡ് പാർട്ടീസ് ലോകത്തുണ്ടാവില്ല. ഫോൺ വിളിച്ചാൽ എടുക്കില്ല, കോപ്പറേഷൻ ഇല്ല, കോർഡിനേഷൻ ഇല്ല, ഒന്നും ചോദിച്ചറിയാൻ പോലും പറ്റില്ല. ആരാ ഇത് ഓപ്പറേറ്റ് ചെയ്യുന്നത്, ഇതിൻ്റെ ഹെഡ് ആരാണ്, എന്താണ്, ഒരു പിടുത്തമില്ല. കോർഡിനേറ്റർ എന്ന് പറഞ്ഞ ഒരാളുണ്ട്, അയാൾക്ക് ഒന്നും അറിയില്ല. ഇതെന്ത് ടൂർ ഓപ്പറേറ്റേഴ്സാണ് ഇത്? അധികകാലം നിൽക്കില്ല ഈ പോക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ. ഒരുപാട് പേർക്ക് ഇതിൽ എതിർപ്പാണ്. ഇത്ര യൂസ്ലെസ് ആയിട്ടുള്ള. ഓക്കെ, എനിക്ക് കൂടുതലൊന്നും പറയാനില്ല. സെയിം തിങ്. ഇത് ഞാനിപ്പോൾ ഈ പറഞ്ഞത് തന്നെയാണ്. ഞാൻ ഈ ഗ്രൂപ്പിൽ കൂടെ വന്നത്, ഇയാളുടെ കൂടെയാണ് വന്നത്. ഇതുപോലെ ഞങ്ങളൊരു വണ്ടിക്കാളെ കയറ്റി വിടുന്ന പോലെയാണ് ഒരു ബസ് കയറ്റി വിട്ടത്. ഞങ്ങൾ 3.5 ലക്ഷം രൂപ കൊടുത്തിട്ട് വന്നത്. ഞങ്ങളൊരു പ്രൈവറ്റ് ബസ്സിൽ കയറി വരുന്നതാണ് ഒരു ടൂർ എന്ന് പറയുന്നത്. അത് ഇൻ്റർനാഷണൽ ടൂർ. ഞങ്ങൾ ഒരുപാട് ഇൻ്റർനാഷണൽ ടൂർ പോയിട്ടുണ്ട്. പക്ഷേ ഇതുപോലൊരു ഗതികേട് വന്നിട്ടില്ല. അതിനുള്ള നമുക്ക് നഷ്ടപ്പെട്ട 1 ദിവസം 2 ദിവസം ഞങ്ങൾ കൂടുതൽ നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഹോട്ടലിൽ താമസിച്ചതും മറ്റുള്ള എക്സ്പെൻഡിച്ചറും പിന്നെ മറ്റുള്ള ഇതെല്ലാം കൂടെ ഞങ്ങൾ ഒരു 2800 അയച്ചു കൊടുത്തിട്ടാണ് ഞങ്ങൾ ടിക്കറ്റ് എടുത്തത്. അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഇവിടെ നിൽക്കാനേ പറ്റുള്ളൂ, ചെന്നൈയിൽ നിൽക്കാനേ പറ്റുള്ളൂ. ഞങ്ങൾക്ക് വീട്ടിൽ പോകേണ്ടതാണ്.
അതുകൊണ്ട് അതിൻ്റെയൊക്കെ എല്ലാം കൂടെ റീഫണ്ട് ഒരു 20,000 വെച്ച് പെർ ഹെഡ് ഞങ്ങൾക്ക് തരേണ്ട ആവശ്യമുണ്ട്. ഞങ്ങൾ അതിന് വേണ്ടിയിട്ട് ഫൈറ്റ് ചെയ്യാൻ അവിടെ വരികയും ചെയ്യും. അതിനുള്ള മുൻകരുതലുകളൊക്കെ എടുത്തിട്ടുണ്ട്. പറഞ്ഞ് ചെയ്യിക്കില്ല, അത് അതിൻ്റെ രീതിയിൽ തന്നെ പൊക്കോളും. മറ്റേ ഈ ഗ്രൂപ്പിൽ വന്നിരിക്കുന്ന മറ്റ് 30 പേരും ഞങ്ങളുടെ സപ്പോർട്ടാണ് എന്തിനും. ഞങ്ങളുടെ കാര്യം ഞങ്ങൾ രണ്ടും കൂടെ ഇങ്ങനെ പറഞ്ഞു. അത് വളരെ ഇതായിപ്പോയി. ബാക്കിയുള്ളവരെല്ലാം കൊച്ചിയിൽ നിന്ന് ഓപ്പറേറ്റ് കൊച്ചി എന്ന് പറഞ്ഞിട്ട് കൊച്ചിയല്ല, കൊച്ചി, ബാംഗ്ലൂർ, ഹൈദരാബാദ്, ചെന്നൈ. ഞങ്ങൾക്ക് അങ്ങനെ വിട്ടോ. ഒരു ദിവസം ഞങ്ങൾ ഒരു ഫ്ലൈറ്റിൽ വരാനല്ലേ ആഗ്രഹിച്ചത്, അല്ലാതെ ബസ്സിൽ കയറി വരാനാണ് ഇൻ്റർനാഷണൽ ടൂർ വന്നിരിക്കുന്നത്. ഇനിയിങ്ങനെ ഈ സിട്രസിനെ പറ്റി ഇനി ഫേസ്ബുക്കിലൊക്കെ ഒരുപാട് ഇടുന്നുണ്ട്. അതിന് മുന്നേ ഒരു 2 ആഴ്ച കഴിഞ്ഞിട്ട് ഞങ്ങൾ അങ്ങോട്ട് വരും. അത് ഞങ്ങളുടെ ഒരു 20,000 വെച്ച് ഞങ്ങൾക്ക് റീഫണ്ട് തന്നില്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ നല്ല മറുപടി ഞങ്ങൾ തന്നിരിക്കും. അത് മറ്റുള്ളവർ ഞങ്ങൾക്ക് സപ്പോർട്ടുമാണ്. നിങ്ങൾ ഗുണ്ടായിസം കാണിക്കുകയോ എന്തോ കാണിക്കുക, അത് വേറെ ലെവല്. ഞങ്ങൾ സോഫ്റ്റായിട്ട് നിങ്ങളിവിടെ സമീപിക്കും. നിങ്ങൾ തന്നില്ലെന്നുണ്ടെങ്കിൽ ഞങ്ങൾ കേസ് ഫയൽ ചെയ്യുന്നത് അവരോടൊപ്പം തന്നെ ചെയ്യും. ഞങ്ങളുടെ ആർഗ്യുമെൻ്റൊക്കെ ഞങ്ങൾ അപ്പം തന്നെ ഞങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യും. ഓക്കെ, ബൈ.